അപാർ ഐ ഡി, ഓട്ടോമേറ്റഡ് പെർമനൻറ്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രേഷൻ നമ്പർ. അപ്പോൾ ഇത് അപാർ ഐ ഡിയും ABC അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റും ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. എങ്ങനെയാണ് ABC അക്കൗണ്ട്സും അല്ലെങ്കിൽ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ അക്കൗണ്ടും അല്ലെങ്കിൽ അപാർ ഐ ഡി ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് അതിൽ പോയി മുകളിൽ വലതുവശത്ത് അക്കൗണ്ട്സ് ഉണ്ട്. അക്കൗണ്ട്സിൽ നമ്മൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ലോഗിൻ ചോദിക്കുമ്പോൾ നമുക്കൊരു മൊബൈൽ നമ്പറും പിൻ നമ്പറും അടിക്കാൻ വരും. ഡിജി ലോക്കർ വഴി ലോഗിൻ ചെയ്യാം. നമുക്ക് ഓൾറെഡി ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിവിടെ അടിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഡിജി ലോക്കർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഡിജി ലോക്കറിൻ്റെ സൈറ്റിൽ പോകുക. ഡിജി ലോക്കർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരു സൈറ്റ് വരും. അവിടെ പോയിട്ട് നമ്മളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഡിജി ലോക്കർ ഉണ്ടാക്കാനാണെങ്കിൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഒരു OTP വരും. ആ OTP നമ്മളവിടെ എൻ്റർ ചെയ്യുന്നു. നമ്മളുടെ ഡിജി ലോക്കറിൽ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ OTP വരുന്നു. OTP എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഐഡൻറ്റിഫിക്കേഷൻ ആധാർ നമ്പർ ചോദിക്കും. ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. ഡിജി ലോക്കറിൽ ആധാർ നമ്പർ എൻ്റർ ചെയ്തിട്ട് വെരിഫൈ കൊടുക്കുമ്പോൾ നമുക്കൊരു ആധാർ OTP വരും. വീണ്ടും OTP. ആ ആധാർ OTP എൻ്റർ ചെയ്യുക. ആധാർ OTP എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പിൻ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. നമ്മൾ ATMനൊക്കെ ചെയ്യുന്ന പോലെ ഒരു സെക്യൂരിറ്റി പിൻ നമ്മൾ എൻ്റർ ചെയ്യുക. അപ്പം ഏതെങ്കിലും ഒരു പിൻ നമ്പർ എൻ്റർ ചെയ്യുക. പിൻ നമ്പർ എൻ്റർ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഡിജി ലോക്കർ ആക്ടിവേറ്റ് ആവും. അല്ലെങ്കിൽ ഡിജി ലോക്കർ നമുക്ക് സെറ്റായി. ഡിജി ലോക്കർ അക്കൗണ്ട് സെറ്റായി. അത് വെരിഫൈ ചെയ്താൽ മതി. ഒന്നുമില്ല, അത് സെറ്റായി, ഡിജി ലോക്കറായി. ഇനി വീണ്ടും ABCയിൽ പോവുക. ABC പോയി സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ നേരത്തെ നമ്മൾ ആധാറിന് കൊടുത്ത ഡിജി ലോക്കറിൽ കൊടുത്ത ഡിജി ലോക്കർ വെച്ച് ലോഗിൻ ചെയ്യണം. ഡിജി ലോക്കറിൽ കൊടുത്ത മൊബൈൽ നമ്പറും ഡിജി ലോക്കറിൽ കൊടുത്ത പിന്നും എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ ഡിജി ലോക്കറിൽ കൊടുത്ത പിൻ മൊബൈൽ നമ്പർ മാത്രം കൊടുക്കുമ്പോൾ OTP വരും, അതും എൻ്റർ ചെയ്യാം. ഡിജി ലോക്കർ വെച്ച് ABCയിൽ ലോഗിൻ ചെയ്യുക, അത്രേ ഉള്ളൂ. ഡിജി ലോക്കറിൻ്റെ അത് അക്കൗണ്ട് വെച്ച് ABCയിൽ ലോഗിൻ ചെയ്തു. ABC ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പെർമിഷൻ കൊടുക്കണം. ഡിജി ലോക്കറിന് ABCക്ക് നമ്മൾ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിന് അലൗസ് കൊടുക്കണം. ആ പെർമിഷൻ കൊടുത്തു കഴിയുമ്പോൾ ഒരു ഇത് വരും. നമുക്കൊരു ഇത് വരും, നമ്മളുടെ ഐഡൻറ്റിറ്റി ടൈപ്പ് ഏതാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഐഡൻറ്റിറ്റി ടൈപ്പിൽ നമുക്ക് വേണമെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യാം. ഐഡൻറ്റിറ്റി വാല്യൂ, ഇപ്പം ഫോർ എക്സാമ്പിൾ കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നമ്മളൊരു ഏതെങ്കിലും ഒരു രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുക. സ്റ്റുഡൻറ്റ് ഏതാ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പേര്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് എൻ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു, ഒരു നമ്പർ അടിച്ചു, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് അടിച്ചു. എന്നിട്ട് നമ്മളുടെ അക്കാഡമിക് ഇയർ സബ്മിറ്റ് ചെയ്താൽ നമ്മളുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റും നമുക്കൊരു ആപ്പാർ ഐ ഡിയും വരും. ആപ്പാർ ഐ ഡി നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ പേരിൽ ഒരു ആപ്പാർ ഐ ഡി വരും.